ഇന്ന് അനേകം തരത്തിൽ അഴിമതികളുണ്ട്. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അഴിമതികൾ നടത്തുന്നുണ്ട്. നിയമപരമല്ലാത്ത സമ്പാദ്യങ്ങൾ നടത്തുന്നുണ്ട്. അത് പലതരത്തിലാകാം അഴിമതികൾ ഉണ്ടാക്കുന്നത്. എല്ലാം ഗവൺമെൻറ് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ നിയന്ത്രിക്കേണ്ടത് അവരവർ സ്വയം തന്നെ. ഇവിടെ ഇപ്പം നമുക്ക് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഒരു അഴിമതിയെക്കുറിച്ച് ചിന്തിക്കാം. ചാരിറ്റി അഴിമതി ഒരു വലിയ അഴിമതിയായി മാറിയിരിക്കുന്നു. അതിനുള്ള അവസരം ഗവൺമെൻറ്റാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ, ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററസി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955. അത് 1955 അത് രൂപീകരിച്ചെങ്കിലും അന്ന് നല്ല ഉദ്ദേശത്തോടെയാണ് അത് ചെയ്തത്. സമൂഹത്തിൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ബുദ്ധിമുട്ടുകളും ക്ഷാമങ്ങളും അനുഭവിക്കുന്ന ജനസമൂഹമുള്ള ഒരു സമയമായിരുന്നു അന്ന്. ആരെങ്കിലും വഴി സഹായം എത്തിക്കുന്നുവെങ്കിൽ എത്തിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ആ സംഘടന അന്ന് രൂപീകരിച്ചത്, ആ ചാരിറ്റി ആക്ട് രൂപീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രം ജനങ്ങളിലേക്ക് ക്ഷേമം എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെയായിട്ട് ചാരിറ്റബിൾ സൊസൈറ്റികൾ രൂപീകരിച്ച് ആ വഴിക്ക് ജനങ്ങളിലേക്ക് ക്ഷേമം എത്തിക്കാം. ചാരിറ്റബിൾ സൊസൈറ്റികൾ രൂപീകരിച്ചിട്ട് അവർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഗ്രാൻറ്റുകളും സംഭാവനകളും വാങ്ങി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അന്ന് ആ ഉദ്ദേശത്തിൽ ഒരാൾ മുന്നിട്ടിറങ്ങിയിട്ട് അവർക്ക് കീഴ്പ്പെടുന്നവരെ ഉൾപ്പെടുത്തി സൊസൈറ്റികൾ ഉണ്ടാക്കി ഗ്രാൻറ്റുകൾ വാങ്ങി ഗവൺമെൻറ് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ തുടങ്ങി ആനുകൂല്യങ്ങളും ഒപ്പം വിദേശ ഫണ്ടുകൾ SCRA ഉപയോഗിച്ച് വിദേശ ഫണ്ടുകളും വാങ്ങി ദുർവിനിയോഗിക്കാൻ തുടങ്ങി. അത് ആ കാലം മുതലേ ഉണ്ട്. എന്നാൽ ജനകീയമായ കമ്മിറ്റിയുണ്ട്. ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു വാർഡിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഇന്ന് സമൂഹങ്ങളിൽ നടക്കുന്നത് പോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ പോലെ ശരിയായ നിയമപ്രകാരം ആരും ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ സംഘടനകൾ രൂപീകരിച്ച് ഫണ്ട് വാങ്ങുന്ന സംഘടനകളുമുണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ ദുർവിനിയോഗം ചെയ്യുന്ന ഇൻഡിവിജ്വൽ പേപ്പർ സംഘടനകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് ഒരു കാര്യം ചെയ്യാനേ കഴിയുള്ളൂ. ആ ആക്റ്റിൽ ഇപ്പോൾ ഏതാണ്ട് 75 വർഷം കഴിഞ്ഞിരിക്കുന്നു. 75 ഏതാണ്ട് 70-നും 75-നും ഇടയ്ക്കുള്ള വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനൊരു ചെറിയ ആക്ട് വ്യത്യാസം വരുത്തണം. ഇന്ന് വികസനം കേരളമൊക്കെ അന്നത്തെ സ്ഥിതിയിൽ നിന്ന് മാറി ക്ഷേമത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ആയിരിക്കുന്നു. ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ആ ആക്റ്റിൽ ചെയ്യേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്യുകയും രജിസ്റ്റർ ചെയ്ത് പുതുക്കുകയും ചെയ്യുമ്പോൾ വാർഡ് മെമ്പർ എങ്കിലും, ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ കൃഷിഭവനിലുള്ള ആരെങ്കിലും അധിക അധ്വാനമില്ലാതെ ജോലി കുറവുള്ള ഓഫീസേഴ്സ് ധാരാളമുണ്ട്. അവരാരെയെങ്കിലും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ആയിരിക്കണം ചാരിറ്റിയിൽ വരേണ്ടത്. ഗവൺമെൻറ് ഒരു സ്റ്റാഫ് ഉൾപ്പെട്ടില്ല എങ്കിൽ, കമ്മിറ്റിയിൽപ്പെട്ടില്ല എങ്കിൽ അഴിമതി കൂടുതൽ നടത്തും. തനിക്ക് സ്വാധീനമുള്ളവരെ സംഘടിപ്പിച്ച് വെച്ച് രജിസ്റ്റർ ചെയ്യുകയും വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും ധാരാളം ഗ്രാൻറ്റുകൾ പല ഏജൻസികൾ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ്റിൻ്റെ ആയാലും ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകൾ വാങ്ങി ദുർവിനിയോഗം ചെയ്യുകയാണ്. അവരുടെ കുടുംബക്ഷേമങ്ങൾക്ക് വേണ്ടിയും പാരമ്പര്യമായി അവരുടെ കയ്യിൽ തന്നെ നിലനിൽക്കത്തക്ക വിധത്തിലും സംഘടനയെ ദുർവിനിയോഗം ചെയ്യുന്നു.
ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നു. അതിൻ്റെ കീഴിൽ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റൽ എല്ലാം അവർ നിയമം അനുസരിച്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നടക്കുന്ന അഴിമതി അതൊരു വൻ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയാണ്. അതിന് കൂട്ടുനിൽക്കാൻ താല്പര്യമുള്ളവർ ധാരാളമുണ്ട്. കാരണം അവർക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അവർ സ്വയം മാറണം. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടെ അല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ജനകീയമായ ഒരു കമ്മിറ്റി ഭരിക്കേണ്ടതാണ്. ഗ്രാൻറ്റ് വാങ്ങിച്ച് അത് ശരിയായ രീതിയിൽ, ഇപ്പോൾ 100 വീടിന് ഗ്രാൻറ്റ് വാങ്ങിച്ച് ആ 100 വീടും ചെയ്തു കൊടുക്കേണ്ടതാണ്. അല്ലാതെ 5 വീട് ചെയ്തിട്ട് അന്വേഷണത്തിൽ വരുന്ന ഏജൻസി കൈക്കൂലി കൊടുത്ത് 95 വീടിൻ്റെ പൈസ സ്വന്തമാക്കുകയും അവർ സ്ഥാപനത്തിൻ്റെ പേരിൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും കെട്ടിടങ്ങൾ വയ്ക്കുകയും അവരുടേതായ ഇഷ്ടപ്രകാരമുള്ള പ്രൊജക്റ്റുകൾ, വരുമാനം ഉണ്ടാകുന്ന പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ആ രീതി, അതിനെയാണ് ഞാനിവിടെ എതിർക്കുന്നത്. ഇത് എൻ്റെ മാത്രം ആവശ്യമല്ല. ചിന്തിച്ച് നോക്ക്. ഇത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി MSW എടുത്ത ആളാണ്. മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്ന് ഞാൻ കേൾക്കുന്നു. ശരിയായിരിക്കാം. പുള്ളിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകും ഈ അഴിമതിയെക്കുറിച്ച്. ഈ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് ചെറിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇതേപോലെയുള്ള വീഡിയോകൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു മാറ്റം വരുത്തിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. അഴിമതി ശരിയല്ല. എല്ലാവരും മണമുണ്ടാക്കിക്കോട്ടെ, ആരും മണമുണ്ടാക്കാതിരിക്കണ്ട. അത് അധ്വാനത്തിലൂടെ ആയിരിക്കണം. മനുഷ്യരെ പറ്റിച്ച് ചതിയും വഞ്ചനയും കാണിച്ച് അതിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. തലമുറകൾ പ്രശ്നത്തിലായി മാറും. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. സമയം ഓവറായിപ്പോയി. ഞാനൊരു 3 മിനിറ്റാണ് ഉദ്ദേശിച്ചത്, ഇപ്പോൾ 7 മിനിറ്റായിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിൽ അഴിമതി ചെയ്യുന്നുവെങ്കിൽ അവർ സ്വയം മാറുക. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇങ്ങനെയല്ല ചെയ്യാനുള്ളത്. ഞാൻ സ്വന്തമാക്കി വച്ചിരിക്കുന്ന സ്വയം സെക്രട്ടറി ആവുന്നു, സ്വയം പ്രസിഡൻ്റ് ആവുന്നു, സ്വയം ഡയറക്ടറാകുന്നു, സ്വയം ബാങ്കിൽ നിന്ന് ഒപ്പിട്ട് പൈസ വാങ്ങുന്നു, ഗ്രാൻറ്റുകൾ കിട്ടുന്നത് സ്വയം എടുക്കുന്നു, എല്ലാം സ്വയം തീരുമാനിക്കുന്നു. ഈ അഴിമതിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. അതിനു വേണ്ടിയല്ല ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിയത്. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള അഴിമതികളെക്കുറിച്ച് സ്വയം ബോധമുള്ള ഒരാളായി മാറുക. ആർക്കും ബോധവൽക്കരിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വയം മാറുക, സ്വയം തീരുമാനിക്കുക, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ഇത് ജനകീയമായ കമ്മിറ്റിയാണ് ഭരിക്കാനുള്ളത്. അല്ലാതെ എനിക്ക് സ്വാധീനമുള്ളവരെ വെച്ച്, എൻ്റെ കുടുംബത്തിലുള്ളവരെ വെച്ച് ഞാൻ ഈ കാണിക്കുന്ന ദുഷ്ടതയാണ് എന്ന് സ്വയം ചിന്തിച്ച് മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കുറച്ചും കൂടെ വിശദമായിട്ട് വരാം. ഇപ്പോൾ സമയം 8:30 ആയി. ബൈ, താങ്ക് യു.